Hello students, welcome to the subject called Advanced Energy Engineering. The code for the subject is ME403. Okay. Myself Praveen Kumar, Assistant Professor in Mechanical Engineering Department, SNGCT Pioneer. Okay. So let us start. So the subject name is Advanced Energy Engineering. So basically this subject deals with energy. Okay. So first of all we have to learn about the concept of energy. എന്താണ് energy? You might have studied in your lower classes, lower semesters, right? So energy is nothing but a quantitative property that must be transferred to an object in order to perform work on or to heat the object. അതായത് ഒരു ഒരു ഒബ്ജക്റ്റിലേക്ക് എന്ത് ട്രാൻസ്ഫർ ചെയ്താലാണോ ആ ഒബ്ജക്റ്റിന് വർക്ക് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അതിനെ ഹീറ്റ് ചെയ്യാൻ എന്താണ് ഒരു ഹീറ്റ് കൊടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഹീറ്റ് ചെയ്യാൻ പറ്റുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എനർജി. അപ്പോൾ ഹീറ്റ് എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് എനർജിയാണ് വിച്ച് ഗെറ്റ് ട്രാൻസ്ഫേർഡ് ഓൺലി ബൈ വെർച്യൂ ഓഫ് ടെമ്പറേച്ചർ അല്ലേ. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഫോം ഓഫ് എനർജിയാണ് ഹീറ്റ്. ടെമ്പറേച്ചർ ചേഞ്ച് കൊണ്ട് മാത്രം ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് എനർജീനെയാണ് നമ്മൾ ഹീറ്റ് എന്ന് വിളിക്കുക. ബാക്കിയെല്ലാം നമ്മൾ വർക്കായിട്ടാണ് വിളിക്കുക. ഓക്കെ, വർക്ക്. സോ എന്താണ് വർക്ക് എന്ന് നിങ്ങൾക്ക് അറിയാം. വാട്ട് ഈസ് വർക്ക്? വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. സപ്പോസ് ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിൽ നമ്മൾ വർക്ക് ചെയ്തു എന്ന് എപ്പോഴാണ് പറയാം? സപ്പോസ് ഒരു ഫോഴ്സ് ആ ഒബ്ജക്റ്റിൻ്റെ മുകളിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിൽ വർക്ക് ചെയ്തു എന്ന് എപ്പോഴാണ് പറയുന്നത് വെച്ചാൽ എന്താ when the applied force performs or makes the object to displace from one position to another. അതായത് അപ്ലൈ ചെയ്ത ഫോഴ്സ് കൊണ്ട് ആ ഒബ്ജക്റ്റ് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ദർ വിൽ ബി എ ഡിസ്പ്ലേസ്മെൻറ്റ് അലോങ് ദി ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. അപ്പോൾ ആ ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് അലോങ് ദി ഡയറക്ഷൻ ഓഫ് ഫോഴ്സിനെയാണ് നമ്മൾ വർക്ക് എന്ന് പറയുക. ആൻഡ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി സ്റ്റേറ്റ്സ് ദാറ്റ് total amount of energy in a closed system like earth remains a constant. It may change from one form to another, but the total remains a constant. നിങ്ങൾക്കറിയാം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ബേസിക്കായിട്ട് നിങ്ങൾ എന്താണ് ഈവൻ പിന്നെ സ്കൂൾ മുതൽ നിങ്ങൾ പഠിക്കുന്ന ഒരു സംഭവമാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ബട്ട് തെർമോഡൈനാമിക്സിലത്തോടെ നമ്മൾ കൺസർവേഷൻ ഓഫ് എനർജി കുറച്ചും കൂടെ ഒരു ഹയർ ലെവലിൽ പഠിച്ചു അല്ലേ. നിങ്ങൾ ബേസിക്കായിട്ട് പഠിച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എനർജി ക്യാൻ ഈതർ ബി എന്താണ് ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയിഡ് ബട്ട് ക്യാൻ ബി ചേഞ്ച് ഫ്രം വൺ ഫോം ടു അനദർ അല്ലേ. പക്ഷെ നമ്മൾ തെർമോഡൈനാമിക്സിൽ പഠിച്ചിട്ടുണ്ട് ഫോർ എ ക്ലോസ്ഡ് സിസ്റ്റം എന്താണ് എനർജി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അതായത് ക്ലോസ്ഡ് സിസ്റ്റത്തിൻ്റെ കേസിൽ നമ്മൾ നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ ഈക്വൽ നെറ്റ് വർക്ക് ട്രാൻസ്ഫർ എന്നൊക്കെ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ഓക്കെ. So it may change from one form to another, but the total remains constant. Now unit of energy. എന്താണ് യൂണിറ്റ് ഓഫ് എനർജി? യൂണിറ്റ് ഓഫ് എനർജി ജൂളാണ്. ആക്ച്വലി 1 ജൂൾ ഈസ് ഈക്വൽ ടു 1 ന്യൂട്ടൺ മീറ്റർ. കാരണം എനർജി എന്ന് വെച്ചാൽ വർക്ക് തന്നെയാണ്. വർക്ക് എന്ന് വെച്ചാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ന്യൂട്ടൺ. ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് മീറ്റർ. അപ്പോൾ ജൂൾ എന്ന് വെച്ചാൽ 1 ന്യൂട്ടൺ മീറ്റർ. So it is equal to the energy transferred to an object when a force of 1 Newton acts on that object in the direction of its motion through a distance of 1 meter. ഒരു ഒബ്ജക്റ്റിന് 1 ന്യൂട്ടൺ ഫോഴ്സ് ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിൽ ആക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അതൊരു 1 മീറ്റർ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 1 ജൂൾ ഓഫ് വർക്ക് ഈസ് ഡൺ, അല്ലെങ്കിൽ 1 ജൂൾ ഓഫ് എനർജി ഈസ് ട്രാൻസ്ഫേർഡ് to that object എന്ന് പറയാൻ പറ്റും. ഓക്കെ, so that's all about concept of energy. Now let us classify this energy. Okay, so first classification is based on long term availability. So first one non-renewable and second one is renewable. So what do you mean by non-renewable energy? It is derived from finite and static stocks of energy, often exist in a fixed amount and are consumed much faster than nature can create them. അതായത് നോൺ റിന്യൂവബിൾ എന്ന് വെച്ചാൽ വീണ്ടും നമുക്ക് റിന്യൂ ചെയ്യാൻ പറ്റാത്ത, അതായത് ഒരു ഫിക്സഡ് എമൗണ്ട് ആയിട്ട് നമ്മൾ എർത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഇറ്റ് എക്സിസ്റ്റ് ആസ് എ ഫൈനൈറ്റ് ആൻഡ് സ്റ്റാറ്റിക് സ്റ്റോക്സ് ഓഫ് എനർജി. അതായത് അത് ഫൈനൈറ്റ് ആണ്, ഇൻഫൈനൈറ്റ് അല്ല, അത് തീർന്നു പോകുന്ന ഒരു സംഭവമാണ് അല്ലേ. സോ ഇറ്റ് ഓഫൺ എക്സിസ്റ്റ് ആസ് ഫൈനൈറ്റ് ആൻഡ് സ്റ്റാറ്റിക് സ്റ്റോക്സ് ഓഫ് എനർജി
it is it exists in a fixed amount and are consumed much faster than നേച്ചർ ക്യാൻ ക്രിയേറ്റ്. അപ്പോൾ ഇതിൻ്റെ ചിലവ്, അതായത് ഇത് ഉണ്ടാക്കപ്പെടുന്ന ഒരു റേറ്റ് ഉണ്ടല്ലോ, അതായത് നേച്ചർ ഉണ്ടാക്കുന്ന റേറ്റിനെക്കാട്ടിയും കൂടുതൽ റേറ്റിലാണ്, ഹയർ റേറ്റിലാണ് ഇത് യൂസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പെട്ടെന്ന് എന്ത് ചെയ്യും, എക്സ്റ്റിങ്ക്റ്റ് ആയി പോകുന്ന ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സോഴ്സ് ഓഫ് എനർജിയാണ് നോൺ റിന്യൂവബിൾ എനർജി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ കോൾ, ഓയിൽ, ഫോസിൽ ഫ്യൂൽസ്. ഓയിൽ, പെട്രോളിയം, കോൾ, ഫോസിൽ ഫ്യൂൽസ് പെട്രോളിയം തന്നെയാണ്. അങ്ങനെ ഈ ടൈപ്പ് ഓഫ് സോഴ്സ് ഓഫ് എനർജി എല്ലാം എന്താണ്, നോൺ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജിയാണ്. അതായത് ഇതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്, അതായത് ഇത് നേച്ചറിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ഫിക്സഡ് എമൗണ്ടിൽ മാത്രമാണ്. ഓക്കെ, അൺലിമിറ്റഡ് ആയിട്ടല്ല, ലിമിറ്റഡ് എമൗണ്ടാണ്. നെക്സ്റ്റ് വൺ റിന്യൂവബിൾ എന്ന് വെച്ചാൽ എന്താ, ഡയറക്റ്റ് ഇൻ നേച്ചർ ബട്ട് ക്യാൻ ബി സബ്സിക്വൻ്റ്ലി റെപ്ലിനിഷ്ഡ്. അതായത് ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ അൺലിമിറ്റഡ് എമൗണ്ട് ഓർ ഇറ്റ് ഈസ് ഇൻഫൈനറ്റ്ലി അവൈലബിൾ. സോളാർ, വിൻഡ്, ടൈഡൽ എനർജി, ജിയോ തെർമൽ എനർജി, പിന്നെ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. ഇതൊക്കെയാണ് റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി. അപ്പോൾ ഇത് രണ്ടാണ് ബേസിക് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ ക്ലാസിഫൈ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ കമേഴ്ഷ്യൽ ആപ്ലിക്കേഷൻ. അപ്പോൾ ഒന്നാമത്തെ നോൺ കമേഴ്ഷ്യൽ എനർജി സോഴ്സ് എന്ന് പറയുന്നത് കോമൺലി അവൈലബിൾ ആണ്, ലെസ് എക്സ്പെൻസീവ് ആണ്. നമുക്കറിയാം വുഡ്, അഗ്രോ വേസ്റ്റ്, അനിമൽ ഡങ്, ഇതെല്ലാം നോൺ കമേഴ്ഷ്യൽ ആയിട്ടുള്ള എനർജി സോഴ്സസ് ആണ്. നമ്മൾ ഡൊമസ്റ്റിക് യൂസിന് നമ്മൾ യൂസ് ചെയ്യുന്ന വുഡ്, അഗ്രോ വേസ്റ്റ്, അനിമൽ ഡങ് ഒക്കെ. പക്ഷേ കമേഴ്ഷ്യൽ എനർജി സോഴ്സ് എന്ന് പറയുന്നത് ഫ്യൂവൽസ് വിച്ച് ആർ ക്യാപിറ്റൽ ഇൻറ്റൻസീവ്, അതായത് കുറച്ചും കൂടെ ഒരു ഹയർ ലെവലിൽ കമേഴ്ഷ്യൽ യൂസിന് വേണ്ടിയിട്ട് ഇൻഡസ്ട്രിയൽ ലെവലിൽ ഉണ്ടാക്കുന്നത്, അതായത് കുറച്ചും കൂടെ ചിലവ് വരുന്നത്. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് വെച്ചാൽ ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലാണ് ഇത് റിഫൈൻ ചെയ്തെടുക്കാൻ. പെട്രോളിയം പ്രോഡക്ട്സ്, ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത് കുറേ ടൈപ്പ് ഓഫ് ഇലക്ട്രിക് പ്ലാന്റ്സ് കുറേ ഉണ്ട് അല്ലേ. ഹൈഡ്രോ ഇലക്ട്രിക് ഉണ്ട്, പിന്നെ എന്താണ് തെർമൽ പവർ സ്റ്റേഷൻസ് ഉണ്ട് അല്ലേ. അതൊക്കെയാണ് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടെ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണ്. പെട്രോളിയം പ്രോഡക്ട്സിന് റിഫൈനറീസ് ഉണ്ടാവും. സോ ദാറ്റ്സ് വൺ കൈൻഡ് ഓഫ് എന്താണ് ക്ലാസിഫിക്കേഷൻ. നൗ ബേസ്ഡ് ഓൺ ഒറിജിൻ there are fossil fuel energies. അത് നമ്മൾ കോള്, പെട്രോളിയം, ഇതൊക്കെ ഫോസിൽ ഫ്യൂവൽസ്. അതായത് അറിയാമല്ലോ ഫോസിൽ ഫ്യൂവൽസ് എനർജി. സെക്കൻഡ് ന്യൂക്ലിയർ എനർജി എന്ന് വെച്ചാൽ നമ്മൾ ഫിഷൻ, ഫ്യൂഷൻ റിയാക്ഷൻസ് യൂസ് ചെയ്തിട്ട് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള എലമെൻസിൻ്റെ ഫിഷൻ, ഫ്യൂഷൻ റിയാക്ഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. അതായത് എനർജി വിത്തിൻ ദ ന്യൂക്ലിയസ്, ആ ഒരു എനർജി നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന എനർജിയാണ് ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത്. സെക്കൻഡ് ഹൈഡ്രോ എനർജി എന്താണ് വാട്ടർ ആയിട്ടില്ല, ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സ് ഒക്കെ ഇല്ലേ, വാട്ടറിൻ്റെ പൊട്ടൻഷ്യൽ എനർജി യൂസ് ചെയ്തിട്ട്. വാട്ടർ ഒരു ഹയർ ലെവലിൽ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി ഹാവിങ് സം പൊട്ടൻഷ്യൽ എനർജി. ആ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ ടാപ്പ് ചെയ്യും യൂസിങ് ടർബൈൻസ്. ഹൈഡ്രോ എനർജി. സോളാർ എനർജി അറിയാം. സോളാർ എനർജി നമ്മൾ ടാപ്പ് ചെയ്യുന്നത് ദർ ആർ വേരിയസ് മെത്തേഡ്സ്. ഒന്ന് സോളാർ കളക്ടേഴ്സ് യൂസ് ചെയ്തിട്ട്. സോളാർ എനർജി റേഡിയേഷൻ അല്ല, തെർമൽ റേഡിയേഷൻ. തെർമൽ റേഡിയേഷൻ heat will be associated with that thermal radiation. That heat can be trapped using some solar collectors. എന്നിട്ട് നമ്മൾ സോളാർ കളക്ടേഴ്സ് ഉണ്ട്. പിന്നെ ഫോട്ടോ വോൾട്ടായിക് PV സെൽസ് ഉണ്ട്, PV സെൽസ് ഉണ്ട്. And another one is wind energy. So energy obtaining from the wind or when air flows with the velocity, air will be having some kinetic energy. That kinetic energy can be trapped using some wind turbines. Wind turbines rotate ചെയ്യുമ്പോൾ that mechanical energy can be converted into electricity using a generator. അതാണ് വിൻഡ് എനർജി. അതേപോലെ ബയോമാസ് എനർജി ഉണ്ട്. അപ്പോൾ നമ്മൾ അനിമൽ വേസ്റ്റ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വേസ്റ്റ് ഇതിൽ നമുക്ക് എനർജി ഉണ്ടാക്കാൻ പറ്റും. Another one is geothermal energy. Geothermal energy വെച്ചാൽ എർത്തിൻ്റെ സർഫസിനടിയിൽ അല്ലേ നമുക്ക് ഒരു ജിയോ തെർമൽ സ്പോട്സ് ഉണ്ട്. അവിടെ ടെമ്പറേച്ചർ കൂടുതലുള്ള എന്തുണ്ടാവും,
ഉണ്ടാവും ഹോട്ട് വാട്ടർ അല്ലെങ്കിൽ സ്റ്റീം ഉണ്ടാവും. ആ സ്റ്റീം നമ്മൾ എന്ത് ചെയ്യും, അത് നമ്മൾ ടാപ്പ് ചെയ്ത് അത് നമുക്ക് യൂസ് ചെയ്യാം അല്ലേ. ഹീറ്റ് ചെയ്യാനോ കൂൾ ചെയ്യാനോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഹീറ്റ് ചെയ്തോ കൂൾ ചെയ്തോ നമുക്ക് സ്റ്റീം ടർബൈൻസ് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. ടൈഡൽ എനർജി എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് അനദർ ഫോം ഓഫ് എനർജി ഒബ്റ്റെയിൻ ഫ്രം സീ. സീയിൽ ടൈഡ്സ് ഉണ്ടാവില്ല. ടൈഡ്സിനെ യൂസ് ചെയ്ത് നമുക്ക് എനർജി അല്ലെങ്കിൽ പവർ ഉണ്ടാക്കാൻ പറ്റും അല്ലേ. ഇറ്റ് ഈസ് എ ഫോം ഓഫ് ഹൈഡ്രോ പവർ ദാറ്റ് കൺവേർട്സ് എനർജി ഒബ്റ്റെയിൻ ഫ്രം ദ ടൈഡ്സ് ഇൻ ടു useful form of power such as electricity. So tides are basically created by gravitational effect of the moon and the sun on the earth, causing what cyclic movement of the seas. Cyclic actually it is an effect of moon and sun. അപ്പോൾ അവിടെ ഒരു cyclic effect of sea ഉണ്ടാവും. And last one is ocean thermal energy. ഓഷ്യൻ തെർമൽ എനർജി. എന്താണ് ഓഷ്യൻ തെർമൽ എനർജി എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് it uses ocean thermal energy conversion uses the ocean thermal gradient between cooler deep and warmer shallow. അതായത് സീയുടെ അടിയിൽ കുറച്ചും കൂടെ കൂളർ വാട്ടർ ആയിരിക്കും, മുകളിൽ എന്തായിരിക്കും വാമർ അല്ലേ. ഷാലോ ആയിട്ടുള്ള, ഷാലോ എന്ന് വെച്ചാൽ മുകളിൽ വലിയ ആഴത്തിലില്ലാത്ത ഏരിയ. ആഴത്തിലുള്ള ഏരിയയിൽ കൂളായിരിക്കും, കുറച്ച് മുകളിലുള്ള ഏരിയ വാമായിരിക്കും. അപ്പോൾ അവിടെ ഒരു ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് വന്നില്ലേ, ആ ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് യൂസ് ചെയ്തിട്ട് ഒരു ഹീറ്റ് എഞ്ചിൻ നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കും. ആൻഡ് ദാറ്റ് ഹീറ്റ് എഞ്ചിൻ വിൽ പ്രൊഡ്യൂസ് എ യൂസ്ഫുൾ. നിങ്ങൾക്കറിയാമല്ലോ ഹീറ്റ് എഞ്ചിൻ്റെ ബേസിക്സ് ഒക്കെ നിങ്ങൾ തെർമോഡൈനാമിക്സ് പഠിച്ചാണ്. ഹീറ്റ് എഞ്ചിൻ വാസ് ബിറ്റ്വീൻ ടു ടെമ്പറേച്ചേഴ്സ്. ഒരു സോഴ്സ് ഒരു സിങ്ക് അല്ലേ. സിങ്ക് വെച്ചാൽ ലോവർ ടെമ്പറേച്ചർ, സോഴ്സ് വെച്ചാൽ ഹയർ ടെമ്പറേച്ചർ. അപ്പോൾ അങ്ങനെ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് വന്നാൽ വി ക്യാൻ ഡെഫിനറ്റ്ലി use a heat engine to work between that temperature limits and produce useful work. So ഇത്രയും ബേസിക്സ് നിങ്ങൾക്ക് മനസ്സിലായല്ലേ. അപ്പോൾ നമ്മൾ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ഇങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ: ബേസ്ഡ് ഓൺ ലോങ് ടേം അവൈലബിലിറ്റി, റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ. കമേഴ്ഷ്യൽ അപ്ലിക്കേഷൻ ബേസിൽ കമേഴ്ഷ്യലും ഉണ്ട്, നോൺ കമേഴ്ഷ്യലും ഉണ്ട്. പിന്നെ ബേസ്ഡ് ഓൺ ഒറിജിൻ, ഫോസിൽ ഫ്യൂൽസ്, ന്യൂക്ലിയർ എനർജി, ഹൈഡ്രോ എനർജി, സോളാർ എനർജി, വിൻഡ് എനർജി, ബയോമാസ് എനർജി, ജിയോ തെർമൽ എനർജി, ടൈഡൽ എനർജി, ഓഷ്യൻ തെർമൽ എനർജി. ഈ ടൈഡലും ഓഷ്യൻ തെർമൽ എനർജി both are derived from sea only. Okay, but tidal energy is different from ocean thermal energy. Ocean thermal energy capitalize the difference of temperature between the deeper and shallow sea. And tidal energy uses that tidal motion. Now we will move to the source of energy. There are 6 sources of useful energy utilized by human beings on planet Earth. എന്തൊക്കെയാണ് 6 sources of useful energy? ഒന്ന് സൺ. സണ്ണിൽ തെർമൽ ആൻഡ് ഇലക്ട്രിക് എനർജി നമ്മൾ എന്താണ് ടാപ്പ് ചെയ്തെടുക്കുന്നത്. സെക്കൻഡ് വൺ ഈസ് ജിയോ തെർമൽ എനർജി ഫ്രം കൂളിംഗ്, കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് റേഡിയോ ആക്റ്റീവ് ഡീക്കേ ഇൻ ദി എർത്ത്. Third one, gravitational potential planetary motion among sun, moon and earth. Fourth one, chemical energy from reactions among mineral sources. Fifth one, fossil fuels such as coal, petroleum products and natural gases. Sixth one, nuclear energy from nuclear reactions on the earth. Renewable energy is obtained from sources 1, 2, 3, whereas sources of non-renewable energy 4, 5 and 6. അതായത് റിന്യൂവബിൾ എനർജിയുടെ സോഴ്സ് എന്ന് പറയുന്നത് ഒന്ന് സണ്ണാണ്, 2 ജിയോ തെർമൽ എനർജി എർത്തിൻ്റെ അടിയിൽ നിന്ന് കിട്ടുന്ന നമുക്ക് എനർജി, 3 ഈ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ പ്ലാനറ്ററി മോഷൻ എമംഗ് സൺ, മൂൺ ആൻഡ് എർത്ത്. അതാണ് നമ്മൾ ഈ ടൈഡൽ എനർജി വരുന്നത്. ടൈഡൽ എനർജിക്ക് കാരണം ഈ മൂന്നത്തെ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ. ഈ സണ്ണാണ് ഈ വിൻഡ് എനർജിയുടെയും സോളാർ എനർജിയും വിൻഡ് എനർജിയും ബേസിക്കലി സണ്ണിൽ തന്നെയാണ്. കാരണം വിൻഡ് ഉണ്ടാകുന്ന തന്നെ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണം ഉണ്ടാകുന്ന വെലോസിറ്റി കാരണം. അപ്പോൾ അത് സണ്ണാണ് ഇതിൻ്റെ റീസൺ. അതേപോലെ ഓഷ്യൻ ഇതാ നമ്മൾ നേരത്തെ പറഞ്ഞ ഓഷ്യൻ തെർമൽ എനർജിയുടെ റീസണും സൺ തന്നെയാണ്. കാരണം ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാകുന്നത് സോളാർ റേസ് കാരണമാണ് അല്ലേ. പിന്നെയാണ് നമുക്ക് ജിയോ തെർമൽ എനർജി വരുന്നത്. മൂന്നാമത്തെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ, അതാണ് ടൈഡൽ എനർജി കാരണം. അപ്പോൾ ഇത് മൂന്നാണ് ഇത് റിന്യൂവബിൾ അല്ലേ.
റിന്യൂവബിൾ. ഇത് മൂന്നാണ് ഇത് നോൺ റിന്യൂവബിൾ. നോൺ റിന്യൂവബിളിന് കാരണം കെമിക്കൽ എനർജി ഫ്രം റിയാക്ഷൻസ് എമംഗ് മിനറൽ സോഴ്സസ്. ഇതാണ് നമ്മൾ ഫോസിൽ ഫ്യൂൽസ്. പെട്രോളിയം പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാകുന്നത് ഇങ്ങനെയാണ്. ഫോസിൽ ഫ്യൂൽസ് സച്ച് എസ് കോൾ, പെട്രോളിയം പ്രോഡക്ട്സ് ആൻഡ് നാച്ചുറൽ ഗ്യാസ്. ന്യൂക്ലിയർ എനർജി ഫ്രം ന്യൂക്ലിയർ റിയാക്ഷൻസ് ഓൺ എർത്ത്. ഇതും അൺലിമിറ്റഡ്ലി അവൈലബിൾ ആയിട്ടുള്ളതല്ല. നമ്മൾ ആ യുറേനിയം തോറിയൊക്കെ ലിമിറ്റഡ് ആണ്. സോ ദേ ആർ ലിമിറ്റഡ് ഇൻ എമൗണ്ട് അതിനർത്ഥം. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞു. പക്ഷേ ന്യൂക്ലിയർ എനർജിയുടെ ഒരു പ്രത്യേകത വെച്ചാൽ അത് ഹൈ ഡെൻസിറ്റി ഓഫ്, അതായത് എനർജി ഡെൻസിറ്റി ഹൈയാണ്. വെരി സ്മോൾ എമൗണ്ട് ഓഫ് ഇതാണ് ഈ എലമെൻറ്റ്സ് കൊണ്ട് നമുക്ക് വെരി ലാർജ് എമൗണ്ട് ഓഫ് എനർജി ഉണ്ടാക്കാൻ പറ്റും. അതായത് ചെറിയ എമൗണ്ട് മതി നമ്മളെ റോ മെറ്റീരിയൽ, അതായത് ഇതിൻ്റെ നമ്മൾ ഉണ്ടാക്കുന്ന ന്യൂക്ലിയർ എനർജിക്ക് വേണ്ട എലമെൻറ്റ്സിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. ആ ചെറിയ എമൗണ്ട് ഓഫ് മെറ്റീരിയൽ കൊണ്ട് നമുക്ക് വെരി വെരി ലാർജ് എമൗണ്ട് ഓഫ് എനർജി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ എനർജി ഡെൻസിറ്റി വളരെ കൂടുതലാണ് ഈ ന്യൂക്ലിയർ എനർജിയുടെ കേസ്. ഓക്കെ, അതാണ് ഇതിൻ്റെ ഡിഫറൻസ്. അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ്. ഈ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സ് എന്ന് പറയുന്നത് നമ്മളെ വിൻഡ്, സോളാർ, എന്താണ് ടൈഡൽ എനർജി, ഓഷ്യൻ തെർമൽ എനർജി, ജിയോ തെർമൽ എനർജി, ഇതൊക്കെയാണ് നമ്മളെ നോൺ കൺവെൻഷണൽ, അതായത് റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജിയാണ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സ്. കൺവെൻഷണൽ എനർജി സോഴ്സ് എന്ന് വെച്ചാൽ നമ്മളെ ഫോസിൽ ഫ്യൂൽസ്, ഈ പെട്രോളിയം പ്രോഡക്ട്സ്, കോള്, മറ്റേ ഇതൊക്കെ വരുന്നതാണ് കൺവെൻഷണൽ എനർജി സോഴ്സ്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ, ഇതൊക്കെ കൺവെൻഷണൽ എനർജി. അപ്പോൾ എന്തൊക്കെയാണ് ഈ അഡ്വാൻറ്റേജ് എന്ന് നോക്കിക്കോ. നോൺ കൺവെൻഷണൽ സോഴ്സ് ആർ അവൈലബിൾ ഇൻ നേച്ചർ ഫ്രീ ഓഫ് കോസ്റ്റ്. കാരണം സോളാർ എനർജി എന്ന് പറയുന്നത് സൺറൈസ് എന്നാണ് കിട്ടുന്നത്. വിൻഡ് ഫ്രീ ആണ്. എന്താണ് ജിയോ തെർമൽ എനർജി നമ്മളെ എർത്തിൻ്റെ അടിയിൽ നിന്ന് ടാപ്പ് ചെയ്തെടുക്കുന്നത്, അതും ഫ്രീ ആണ്. സോ ദേ ആർ ഫ്രീ ഓഫ് കോസ്റ്റ്. സെക്കൻഡ് എന്ന് പറയുന്നത് ദേ പ്രൊഡ്യൂസ് നോ ഓർ ലിറ്റിൽ പൊല്യൂഷൻ. നമ്മുടെ ഈ ഫോസിൽ ഫ്യൂൽസിൻ്റെ കേസിൽ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് വരുന്നത് ഈ പൊല്യൂഷനാണ്, അല്ലേ? പെട്രോളിയം പ്രോഡക്ട്സ് ആയാലും കോളായാലും പൊല്യൂഷൻ. അപ്പോൾ ഇതിൻ്റെ കമ്പസ്റ്റൻ കാരണം ഉണ്ടാകുന്ന ഗ്യാസസ് അറ്റ്മോസ്ഫിയറിനെ പൊല്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ അത് വളരെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് ഈ ഫോസിൽ ഫ്യൂൽസിന്. പക്ഷേ നമ്മുടെ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സിൻ്റെ കേസിൽ പൊല്യൂഷൻ വളരെ കുറവാണ്, അല്ലേ? ദേ ആർ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി എന്ന് പറയാം. തേർഡ് വൺ, റിന്യൂവബിൾ എനർജി സോഴ്സസ് ഹാവ് സിമ്പിൾ പ്ലാൻ ഡിസൈൻ and hence easy to operate and no specialized workforce is required in these plants. അതായത് നമ്മൾ തെർമൽ കൺവെൻഷണൽ സോഴ്സിൻ്റെ കേസ്, കോളിൻ്റെ കേസിൽ നമ്മൾ തെർമൽ പവർ പ്ലാന്റ് അല്ലെങ്കിൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്, ഇതൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയതും പിന്നെന്താണ് സ്കിൽഡ് വർക്ക് ഫോഴ്സ് വേണ്ട ഒരു സംഗതിയാണ്, അല്ലേ? അത്ര സിമ്പിൾ അല്ല. ദേ ആർ നോട്ട് സിമ്പിൾ. ഇപ്പോൾ നമ്മൾ സോളാറിൻ്റെ കേസ് നമുക്ക് ജസ്റ്റ് ഒരു സോളാർ പാനൽ വാങ്ങി വെച്ചാൽ എന്താണ് അത് ഓപ്പറേറ്റ് ചെയ്യാൻ ഒരു സ്പെഷ്യലൈസ്ഡ് വർക്ക് ഫോഴ്സിൻ്റെ ആവശ്യമൊന്നുമില്ല. സോ റിന്യൂവബിൾ എനർജി സോഴ്സസ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് സിമ്പിൾ ആൻഡ് ഈസി ടു ഓപ്പറേറ്റ്, അല്ലേ? നോ സ്പെഷ്യലൈസ്ഡ് വർക്ക് ഫോഴ്സ് ഈസ് റിക്വയർഡ് ഇൻ ദീസ് പ്ലാന്റ്സ്. ഫോർത്ത് വൺ, ബീങ് സിമ്പിൾ ഇൻ ഡിസൈൻ, ദ മെയിൻ്റനൻസ് കോസ്റ്റ് ഓഫ് ദീസ് പ്ലാന്റ്സ് ഈസ് വെരി ലെസ്. മെയിൻ്റനൻസ് കോസ്റ്റും ലെസ്സാണ്. And these plants can thus produce electricity at much lower cost than other plants. അപ്പോൾ നമ്മൾ തെർമൽ പവർ പ്ലാന്റ്സിലോ അല്ലെങ്കിൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സിലോ ഉണ്ടാക്കുന്ന ഒരു എനർജി കോസ്റ്റ് ഉണ്ടല്ലോ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, അത്രയൊന്നും അതിനേക്കാളും ചീപ്പാണ് ഇതിൻ്റെ കേസിൽ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സിൻ്റെ കേസിൽ. ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ദേ ആർ ഇൻഎക്സോസ്റ്റിബിൾ. അതായത് ദേ ആർ അൺലിമിറ്റഡ്ലി അവൈലബിൾ. അത് തീർന്നു പോകുന്നില്ല. ദേ ആർ ഇൻഎക്സോസ്റ്റിബിൾ. ദേ ഹാവ് എ ലോ ജസ്റ്റേഷൻ പീരിയഡ്. എന്താണ് ഈ ജസ്റ്റേഷൻ പീരിയഡ്? ജസ്റ്റേഷൻ പീരിയഡ് എന്ന് വെച്ചാൽ ഐഡിയ ഇത് എന്താണ്, നമ്മളൊരു ഒരു പവർ പ്ലാന്റിൻ്റെ ഐഡിയ ഉണ്ടാക്കി അത് ജസ്റ്റ് കൺസ്ട്രക്ട് ചെയ്ത് എടുക്കാനുള്ള ടൈമാണ്. ഇപ്പോൾ ജസ്റ്റേഷൻ പീരീഡ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സിൻ്റെ കേസിൽ വളരെ കുറവാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷെ അതുപോലെയല്ല കൺവെൻഷൻ. ഇപ്പോൾ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ആയാലും ഒരു തെർമൽ എനർജി പവർ പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഐഡിയ ഉണ്ടാക്കി അത് ജസ്റ്റ് ഒന്ന് കൺസ്ട്രക്ട് ചെയ്ത് അതിൻ്റെ ഒന്ന് കമ്മീഷൻ ചെയ്ത് എടുക്കണമെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് മച്ച് ലോങ്ങർ ടൈം. ചിലപ്പോൾ ഹൈഡ്രോ ഇലക്ട്രിക് പവറിൻ്റെ കേസിലൊക്കെ ചിലപ്പോൾ 3 to 4 years തന്നെ എടുത്തേക്കാം.
പക്ഷെ ഒരു സോളാർ പവർ പ്ലാന്റ് അങ്ങനെയല്ല. സോളാർ പെട്ടെന്ന് ജസ്റ്റ് ഒരു 6 or 7 months തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. അതാണ് ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് വെച്ചാൽ ദേ ഡു നോട്ട് ഡിപ്ലീറ്റ് നാച്ചുറൽ റിസോഴ്സസ്. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ദേ ക്യാൻ സസ്റ്റെയിൻ എനർജി സപ്ലൈ ഫോർ മെനി ജനറേഷൻസ്. അതായത് അൺലിമിറ്റഡി അവൈലബിൾ ആണ്. These plants can be installed remotely and at locations completely off-grid. Hence, it is a better choice for single plant use. ഓഫ്-ഗ്രിഡ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഒരു ഗ്രിഡ് ഉണ്ടാവും അല്ലേ, പവർ ഗ്രിഡ് ഉണ്ടാവും. ആ പവർ ഗ്രിഡിൽ നിന്ന് ആ പവർ ഗ്രിഡിൻ്റെ അടുത്ത് തന്നെ നമ്മൾ ഇപ്പോൾ ഒരു ഹൈഡ്രോളിക് പവർ പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ ആ പവർ ഗ്രിഡിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാക്കേണ്ടി വരും. അല്ലെങ്കിൽ അവിടെ നിന്ന് ഇവിടേക്ക് ഗ്രിഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ട്. പക്ഷേ ഇത് നമുക്കൊരു സിംഗിൾ പ്ലാന്റ് യൂസിന് വേണ്ടിയിട്ട് നമുക്ക് റിമോട്ട് ഏരിയാസിൽ വരെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ലൊക്കേഷൻസ് കംപ്ലീറ്റ്ലി ഓഫ്-ഗ്രിഡ്. ഓക്കെ. Disadvantages എന്ന് പറയുമ്പോൾ എനർജി അവൈലബിൾ ഇൻ ഡൈല്യൂട്ട് ഫോം ഫ്രം ദീസ് സോഴ്സസ്. Though available freely in nature, the cost of harnessing energy from a non-conventional source is high. അപ്പോൾ ഇത് ഒരു ക്യാപിറ്റൽ ഹൈ കുറച്ചും കൂടെ ചിലവ് വരുന്നൊരു സംഗതിയാണ്. നമ്മളെ എനർജി സോഴ്സ് ഫ്രീ ആണെങ്കിലും എനർജി നമുക്ക് ഹാർനസ് ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് അതിന് ചിലവുണ്ടല്ലേ, അതിനൊരു ചിലവുണ്ട്. ആൻഡ് അവൈലബിലിറ്റി ഈസ് അൺസർട്ടൺ. ചില കേസിൽ എനർജി ഫ്ലോ ഡിപ്പെൻഡ്സ് ഓൺ വേരിയസ് നാച്ചുറൽ ഫിനോമിന ബിയോണ്ട് ഹ്യൂമൻ കൺട്രോൾ. അതായത് ഇപ്പോൾ വേനൽക്കാലം സമ്മർ സീസണിൽ നമുക്ക് സോളാർ എനർജി നമുക്ക് ഇഷ്ടംപോലെ അവൈലബിൾ ആയിരിക്കും. അതുപോലെ ആയിരിക്കില്ല റെയിനി സീസണിൽ, കുറവായിരിക്കും. സോ അവൈലബിലിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ നാച്ചുറൽ ഫിനോമിന. അതേപോലെ വിൻഡ് എല്ലാ ടൈമിലും ഉണ്ടാവണമെന്നില്ല. റൈറ്റ്. സോ ഇതുപോലെയുള്ള നാച്ചുറൽ ഫിനോമിന ബിയോണ്ട് ഹ്യൂമൻ കൺട്രോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ അടുത്ത പോയിന്റ് വെച്ചാൽ ഡിഫിക്കൽട്ടി ഇൻ ട്രാൻസ്പോർട്ടിങ് സച്ച് ഫോംസ് ഓഫ് എനർജി. ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ഡിഫിക്കൽട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് ദേ ക്യാൻ ബി ഓഫ് ഗ്രിഡിൽ സിംഗിൾ പ്ലാന്റ് യൂസ് ചെയ്യാണ്ട് ഓഫ് ഗ്രിഡാണ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഗ്രിഡിലേക്ക് എത്തിക്കണമെങ്കിൽ നമുക്കത് ഡിഫിക്കൽട്ടി ഉണ്ട്. ആൻഡ് ഫൈനൽ പോയിന്റ് വെച്ചാൽ ലോ എനർജി ഡെൻസിറ്റി അനദർ പ്രോബ്ലം ദീസ് പ്ലാന്റ്സ് ആർ. എനർജി ഡെൻസിറ്റി കുറവായിരിക്കും. ഇതാണ് മെയിൻ ഡിസഡ്വാൻറ്റേജ്, എനർജി ഡെൻസിറ്റി. അപ്പോൾ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് എനർജി ഉണ്ടാക്കാൻ നമുക്ക് വളരെ കൂടുതൽ എന്തുകൊണ്ട് വരും എമൗണ്ട് ഓഫ് എന്തുകൊണ്ട് വരും നമുക്ക് സോളാർ റേസ് കൂടുതലായിട്ട് വേണ്ടി വരും, വിൻഡ് കൂടുതലായിട്ട് വേണ്ടി വരും വിൻഡ് എനർജിയുടെ കേസിൽ. പക്ഷേ സെയിം എമൗണ്ട് ഓഫ് എനർജി നമുക്ക് ചെറിയൊരു എമൗണ്ട് ഓഫ് കോളിൽ നിന്നോ അല്ലെങ്കിൽ പെട്രോളിയം പ്രോഡക്ട്സ് നിന്നോ അല്ലെങ്കിൽ ന്യൂക്ലിയർ എനർജിയുടെ കേസിൽ ഏറ്റവും ഹയസ്റ്റ് ഡെൻസിറ്റി ന്യൂക്ലിയർ എനർജിയുടെ കേസിലായിരിക്കും. So energy per unit area is small, which makes them big in size and hence large areas required to install them. അതാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം, ലോ എനർജി ഡെൻസിറ്റി. റൈറ്റ്. സോ ഇതാണ് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ, ഒരു സബ്ജക്റ്റ് ഇൻട്രൊഡക്ഷൻ. എന്താണ് എനർജി എന്ന് പഠിച്ചു, അതിൻ്റെ മീൻസ് ക്ലാസിഫിക്കേഷൻ പഠിച്ചു, നോൺ കൺവെൻഷണൽ എനർജിയുടെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഒക്കെ പഠിച്ചു. റൈറ്റ്. So this we can stop this session. Thank you.